അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയിലേക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന പരാതിയിൽ ലക്ഷ്മി നായർക്കെതിരെ കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, വിദ്യാർത്ഥി സംഘടനകളുടെ സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ ഏത് വിധേനയും കോളേജ് തുറക്കുക എന്ന കാര്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മാനേജ്മെന്റ്. ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളുടെ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവരുടെ ഒരു നിലപാട് എങ്ങനെയാണ്? സ്വാമി, വിദ്യാർത്ഥി സമരം ശക്തമായി തന്നെ 20ാം ദിവസമായപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ആദ്യ കാര്യം. മറ്റൊരു കാര്യം, ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് തന്നെയാണ് ലക്ഷ്മി നായരുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മി നായർ തന്നെയാണ് ഇപ്പോൾ കോളേജിന് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സമരം കണ്ടില്ല എന്ന് നടിക്കുകയും അവരെ സമരത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്കാണ് ഇപ്പോൾ ലക്ഷ്മി നായർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ സമയം തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിന്മേൽ പേരൂർക്കട പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുകയാണ്. ജാതി പറഞ്ഞ് കുട്ടികളെ അധിക്ഷേപിച്ചു. അതോടൊപ്പം തന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ദളിത് വിദ്യാർത്ഥികളെ ലക്ഷ്മി നായർ തങ്ങളുടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചു തുടങ്ങിയ പരാതികളാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ സർക്കാർ ചില തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താമെന്ന് മുന്നിട്ട് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും മുഖവിലേക്ക് എടുക്കാതെ മറ്റൊരു തരത്തിലുള്ള നിലപാടുമായിട്ടാണ് മാനേജ്മെന്റുകൾ മുന്നോട്ട് പോകുന്നത്. മാനേജ്മെന്റുകൾ ഏത് സമീപനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദന്റെ പ്രതികരണം കൂടി എത്തിയിരിക്കുന്നു. ലോ അക്കാദമിയിലെ പ്രശ്നം പൊതുപ്രശ്നമാണെന്നും ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് VS പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? സ്വാമി, ലോ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം കേവലം വിദ്യാർത്ഥി പ്രശ്നം മാത്രമല്ല, അതൊരു പൊതുപ്രശ്നം കൂടിയാണെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. ലോ അക്കാദമിയിലെ സമരം നീണ്ടുപോകുന്നത് ശരിയല്ല. സമരം ഒത്തുതീർപ്പാക്കാനായി അധികൃതർ ഇടപെടണം. ഒപ്പം തന്നെ ലോ അക്കാദമിയിലുള്ള അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും അത് സർക്കാരിന്റെ ഭൂമിയാണെന്നും VS പറയുകയുണ്ടായി. സമരം ഒപ്പം തന്നെ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയ്ക്കും അത് സംബന്ധിച്ചും VS തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അധികാര സ്ഥാനങ്ങളെ നിയന്ത്രിക്കാനാകുന്നവർ തന്നെ അവർക്ക് ലോ അക്കാദമിക്ക് വഴങ്ങുന്ന നിലപാടെടുത്താൽ സമരം വിജയിക്കില്ല എന്നാണ് VS പറഞ്ഞത്. ഇത്തരത്തിൽ ലോ അക്കാദമിയിലുള്ള അധിക ഭൂമി, സർക്കാർ ഭൂമി എത്രയും പെട്ടെന്ന് സർക്കാർ ഏറ്റെടുക്കണമെന്നും സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നിലപാടെടുക്കണമെന്നുമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും സുനിൽ അരുമാനൂരിലേക്ക് തന്നെ പോകുന്നു. സുനിൽ, ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം മാനേജ്മെന്റും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് സമർപ്പിക്കുന്ന ഉപസമിതി റിപ്പോർട്ട് തന്നെയാണ് ഇനി നിർണായകമാകുന്നത്. അത് സർക്കാരിന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നു. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത്. എങ്ങനെയാണ് സർക്കാരിന് വിദ്യാഭ്യാസ മന്ത്രിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്? എത്രത്തോളം നിർണായകമാണ്? സ്വാമി, ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്പം മുമ്പ് മുതിർന്ന CPM നേതാവ് കൂടിയായ മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദനും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്നുള്ളൊരു ആവശ്യം വന്നിരിക്കുന്നു. തീർച്ചയായും 20 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ സമരം സർക്കാരിന് കണ്ടില്ല എന്നിനി നടിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ എന്നോടൊപ്പം SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ചേരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാലും എല്ലാ തരത്തിലും ഒരേ ആവശ്യം മാത്രമാണ് വരുന്നത്. വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സമരം പരിഹരിക്കണം എന്നുള്ളത്. അല്പം മുമ്പ് VS അച്യുതാനന്ദൻ തന്നെ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനി സർക്കാരിന്റെ ഭാഗത്താണ് തീരുമാനങ്ങളെല്ലാം. ഏത് തരത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ പരിഹാരം കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ SFIയുമായി സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റി പരിമിതികളെല്ലാം അറിയാം, നിയമപരമായ പരിമിതികൾ അറിയാം. എങ്കിൽ പോലും ഇവിടെ ഈ സമരത്തെ അവസാനിപ്പിക്കേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഈ മാനേജ്മെൻറ്റ് ദാർഢ്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്താൻ, പുറത്താക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റാണ് തയ്യാറാകേണ്ടത്.
അവർ ധിക്കാര നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 20 ദിവസം സമരം പിന്നിട്ടിരിക്കുകയാണ്. SFI മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇവിടെ ഈ വിഷയത്തിൽ പരിഹാരം കാണും വരെ, പ്രിൻസിപ്പാളെ മാറ്റും വരെ ഏറ്റവും ശക്തമായ സമരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ SFI തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമരത്തിന്റെ ദിശ മാറ്റേണ്ടതായി വരികയാണ്, ശക്തിപ്പെടുത്തേണ്ട നിലയിലേക്ക് മാറുകയാണ്. നിലവിൽ സത്യാഗ്രഹ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെന്റിനെ കൊണ്ട് ഈ മാറ്റി നിർത്താൻ ഇവിടുത്തെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയെ നിയോഗിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നല്ല പ്രതീക്ഷ തന്നെയാണ്, പൂർണ്ണ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ഗവൺമെന്റിൽ. അദ്ദേഹം വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് ന്യായമായ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി മാനേജ്മെന്റിന്റെ അടുത്ത് ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രിൻസിപ്പാളെ മാറ്റലല്ലാതെ മറ്റൊരു പോംവഴിയും ഈ വിഷയത്തിനകത്തില്ല എന്ന് തന്നെയാണ് SFI കാണുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായി വന്നിരിക്കുന്നത്, ഇപ്പോൾ കോളേജ് അതായത് മാനേജ്മെന്റ് പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താം പോലീസിനെ ഉപയോഗിച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് ശരിയായ രീതിയാണോ? ഇത് തീർത്തും ഒരു ശരിയായ രീതിയാണെന്ന് പറയാൻ കഴിയില്ല. വിദ്യാർത്ഥി സമരത്തെ ആകെ തന്നെ അപമാനിക്കുന്ന നിലയിലേക്കാണ് ഇവർ മാറുന്നത്. 20 ദിവസ സമരം. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ന്യായമായ മുദ്രാവാക്യങ്ങൾ യൂണിവേഴ്സിറ്റി ഉപസമിതി കണ്ടെത്തുന്നു, സിൻഡിക്കേറ്റ് കണ്ടെത്തുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇന്നിപ്പോൾ പോലീസ് ഇവർക്കെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമരത്തിന് മുന്നിൽ ഈ സമരത്തെ ആകെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് ഞാനെല്ലാം വിജയം നേടുമെന്ന് പറയും ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ആ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും മുന്നിൽ മുട്ടുമടക്കാൻ SFIക്കാവില്ല. ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അവർ നിയമവഴിക്ക് പോകുകയല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഇത് പരിഹരിക്കാൻ, മാന്യമായി പരിഹരിക്കാൻ, ഇവിടെ ക്ലാസ് തുടങ്ങാൻ, പരീക്ഷാ കാലമായി വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ ഏറ്റവും നല്ല സൊല്യൂഷനാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുക. മാനേജ്മെന്റാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്. അവരെ മാറ്റാൻ മാനേജ്മെന്റ് തയ്യാറാകണം. മാറ്റം വരെ ഇവിടുത്തെ സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. നിയമം ഒരു ഭാഗത്തിന് മാത്രമുള്ളതല്ല, എല്ലാ ഭാഗത്തു നിന്നും നിയമപരമായി പോകാം. പക്ഷേ ആ രീതിയിലല്ല ഈ സമരത്തെ ഇപ്പോൾ കൊണ്ടുപോകേണ്ടത്. ഇത് പരിഹരിക്കാൻ, പ്രിൻസിപ്പാളെ മാറ്റാൻ ഇതിന്റെ മാനേജ്മെന്റ് തയ്യാറാകണം. അതിനുവേണ്ടി ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇടപെടും എന്ന് തന്നെയാണ് SFI പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പാളെ മാറ്റുന്നില്ലെങ്കിൽ ആ മാറ്റം വരെയുള്ള സമരം ഏറ്റെടുക്കാൻ തന്നെയാണ് നിലവിൽ SFI തീരുമാനിച്ചു. ശക്തമായ സമരവുമായി വരും ദിവസങ്ങളിൽ സമരത്തിന്റെ മുഖത്തെ മാറ്റിക്കൊണ്ട് SFI മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായും ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് SFIയുടെ നിലപാട്. ഇപ്പോൾ KSU പ്രവർത്തകർ ഇപ്പോൾ പ്രിൻസിപ്പലിനെ തൂക്കുമരത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ ശക്തമായ സമരവും മാർച്ചുമായി ഇപ്പോൾ എത്തി. പ്രിൻസിപ്പലിനെ തൂക്കുമരത്തിൽ കയറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ KSUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഒരു വിഷയം വളരെ കുട്ടികളുടെ വിഷയമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിന് അടിയന്തര പരിഹാരം വേണമെന്ന് കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഓരോ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇനി രാജി എന്നുള്ളതിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറുക എന്നുള്ളതല്ലാതെ ലക്ഷ്മി നായർക്ക് മുന്നിൽ മറ്റൊരു മാർഗം ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് ഓരോ നിമിഷവും സംജാതമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലം പേരൂർക്കടയിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ പരാതി കോടതികളിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു കാര്യങ്ങൾ. ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് കോളേജ് പ്രവർത്തിപ്പിക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപകടകരത്തിലേക്ക് അല്ലെങ്കിൽ പ്രക്ഷോഭം മറ്റൊരു തരത്തിലേക്ക് പോകും എന്നുള്ള സൂചനകളാണ് നമുക്ക് നൽകുന്നത്. പ്രിൻസിപ്പൽ രാജിവെക്കുക, പ്രിൻസിപ്പൽ പുറത്തു പോവുക എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇവിടെ സമരം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ ഓരോ മിനിറ്റുകളിലും ഓരോ മണിക്കൂറുകളിലും ഈ ലോ കോളേജിന് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമി സുനിൽ, വീണ്ടും സുനിലേക്ക് തന്നെ തിരിച്ചെത്താം. ഇപ്പോൾ ലോ അക്കാദമിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പരാതി ഉയർന്നു വന്നാൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രഥമ പരിഗണന വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണെന്നും റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് റവന്യൂ മന്ത്രി ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? തിരുവനന്തപുരം ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പരാതിയും ഇതുവരെയും സർക്കാരിന് മുന്നിലോ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ മുന്നിലോ എത്തിയിട്ടില്ല എന്നാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഭൂമിയുമായി സംബന്ധിച്ച ഒരു പരാതി ഉയർന്നു വരികയാണെങ്കിൽ അത് ആ സമയത്ത് പരിശോധിക്കാം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുവരെ ആയും അത്തരത്തിലുള്ള ഒരു പരാതി ഒന്നും തന്നെ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ
നിലവിൽ ഇപ്പോൾ ഭൂമി സംബന്ധിച്ച വിഷയമല്ല അവിടുത്തെ പ്രധാന പ്രശ്നം. വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. അതിനാണ് പ്രധാന പരിഗണന സർക്കാർ നൽകുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഭൂമിയുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഇതുവരെ യാതൊരു വിധത്തിലുള്ള പരാതിയും സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് ഈ ചന്ദ്രശേഖരൻ തന്നെ വ്യക്തമാക്കിയത്. വിജേഷ് നടുവിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വീണ്ടും സുനിലിലേക്ക് തന്നെ പോകുന്നു. സുനിൽ, ലോ അക്കാദമി മാനേജ്മെന്റ് കടുത്ത ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളും അതനുസരിച്ച് തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. വിജയനടക്കമുള്ള സംഘടനാ നേതാക്കൾ പറയുന്നത് സമരത്തിന്റെ പുതിയ മുഖമാണ് ഇനി കാണാനിരിക്കുന്നത് എന്നടക്കമുള്ള സൂചനകളാണ് നൽകുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയെ സർക്കാർ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചകൾ എപ്പോഴായിരിക്കും നടക്കുക? സ്വാമി, ഇതുവരെയും സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറണം. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടത്. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട ഏതു തരത്തിലുള്ള സമീപനമാണോ ഇതിൽ സ്വീകരിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിലെ പരിഹാരം എന്ന് പറയുന്നത്. സർക്കാർ മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താനാണോ തീരുമാനം, മറിച്ച് ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിനകത്ത് വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള സിൻഡിക്കേറ്റിന്റെ ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ പറയുന്ന സമരത്തിന് അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമാകുന്ന വിധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഓരോ മണിക്കൂറുകളിലും അവരെ പ്രക്ഷോഭം ഒന്നിനൊന്നിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ തന്നെ അത് അവരുടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രക്ഷോഭത്തിന് ശക്തമായിട്ടുള്ള പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സമരം 20ാം ദിവസത്തിലേക്ക് കടന്നുവെങ്കിലും ഇതിന്റെ വീര്യം കൂടി വരുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് അവരുടെ ഒറ്റ ആവശ്യം ഇതാണ്: പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റുക, പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ ഒഴിയുക എന്നുള്ളത് തന്നെയാണ്. ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ച് അതിന്റെ നിയമവശങ്ങൾ ആരായുന്നത്. ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ വഴി തന്നെ ഇത്തരത്തിൽ ഒരു പോലീസ് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് ക്ലാസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഈ സമരത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നീക്കമുണ്ടായാലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം വരുന്നതുവരെ, സർക്കാർ ഇടപെട്ട് പരിഹാരം കാണുന്നതുവരെ ശക്തമായിട്ടുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം പറയുന്നത്. ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 20 ദിവസം പിന്നിടുകയാണ്. ഇതിനിടയിൽ ലോ അക്കാദമി ഹൈക്കോടതിയുടെ സഹായത്തോടെ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കവുമായി മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രിൻസിപ്പൽ മാറി നിൽക്കുക, രാജിവെക്കുക എന്ന ആവശ്യം ഇപ്പോഴും അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനവും വന്നിരിക്കുന്നത്. ലോ അക്കാദമിയിലെ സമരം വിദ്യാർത്ഥി സമരമല്ല, പൊതുപ്രശ്നമെന്നാണ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. സമരം നീണ്ടുപോകുന്നത് ശരിയില്ലെന്നും അക്കാദമിയിലെ അധികമുള്ള ഭൂമി സർക്കാർ തിരിച്ചെടുക്കണമെന്നും VS പറഞ്ഞു. അക്കാദമിയുടെ സമരം അങ്ങനെ നീളാൻ പാടില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി നടപടി സ്വീകരിച്ചാൽ അത് അങ്ങനെ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ കഴിയും. അധികാരപ്പെട്ടവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ തന്നെ അവർക്ക് കീഴടങ്ങുന്ന സമീപനമെടുത്താൽ അത് വിജയിക്കാൻ ഇടയില്ല. അത് ഉണ്ടാവാതിരിക്കാനുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തിയായി ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആവശ്യത്തിലേറെയുള്ള ഭൂമി തിരിച്ചെടുക്കണം. ഗവൺമെന്റ് ഭൂമിയാണത്. പൊതുപ്രശ്നമാണല്ലോ അത്.